പൊന്നേപ്പൂവേ കറളേ എന്റെ കറളിനുള്ളിലെ മോനെ കൈക്കട കള്ള. ഞാൻ ഇറങ്ങിയോടെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. നിന്നോട് ഞാൻ എത്ര നാള് കൊണ്ടുപോകാൻ ശാങ്കുട്ടൻ ചേട്ടന്റെ കല്യാണം വരുമല്ലോ, എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ എന്താ എനിക്ക് മേടിച്ചു തരാത്തെ? എന്നാ പൈസ കാണുന്നത് തന്നെ. ഈ കൊച്ചെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? അയ്യേ കൊള്ളത്തില്ലേ, ഇങ്ങനൊക്കെയാണോ സംസാരിക്കുന്നത്? നല്ല രീതിയിൽ സംസാരിച്ചൂടെ എന്നൊക്കെ. ശരിക്കും പറഞ്ഞ ഈ 1 2 3 കപ്പിൾ എന്നുള്ള രീതിയിൽ ഇടാനായിട്ടുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല, ഇവിടെ കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ആള് ഭയങ്കര സെന്റി അടിച്ച് കരഞ്ഞു കൂവി നാട്ടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളിപ്പോ എവിടെ വന്നിരിക്കണേ? ഇന്റർവ്യൂനോ? എനിക്ക് പോയാലോ? പിന്നെന്താ, പോയാലോ. ഇപ്പൊ നിങ്ങക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈറൽ കപ്പിൾ ആണ് എന്റെ കൂടെ ഉള്ളത്. 1 2 3 കപ്പിൾ. അതെ, പേര് എന്റെ പേര് കണ്ണൻ, ചിന്നു. അങ്ങനെയാണല്ലോ ഈ കണ്ണാപ്പി ചിണ്ടാപ്പി വന്നത് അല്ലേ? ഇത് ശരിക്കും നിങ്ങള് നേരത്തെ തൊട്ടേ ഇങ്ങനെ തന്നെയാണോ വിളിക്കുന്നത് പേരൊക്കെ? ഞങ്ങള് വീട്ടിലും ലവേഴ്സ് ആയിരുന്നപ്പോഴെല്ലാം ഇങ്ങനെ തന്നെ വിളിക്കുന്നത്. ഇങ്ങനെയാണോ വിളിക്കുന്നത്? എത്ര വർഷം ഉണ്ടായിരുന്നു? അല്ല, 1 year ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പറ്റിക്കൊണ്ട് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞ 1 2 3 കപ്പിൾ എന്നുള്ള രീതിയിൽ ഇടാനായിട്ടുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞങ്ങള് പൊതുവേ അങ്ങനില്ല. കണ്ണാപ്പി പറഞ്ഞ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ID തുടങ്ങുക, എന്നിട്ട് വീഡിയോസ് ഒക്കെ ഇടാം. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ ആദ്യമേ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഒരു നല്ലൊരു പേരൊക്കെ കണ്ടുപിടി, ബയോ ഒക്കെ ആക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ 1 2 3 ലവ്ലി കപ്പിൾസ് ആക്കാന്ന് പറഞ്ഞല്ല ഇൻസ്റ്റാഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്യണോ, വൈറലാകണം അങ്ങനൊക്കെ തോന്നി അങ്ങ് ചെയ്യാൻ തുടങ്ങിയതാ. ഏത് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് ഭയങ്കര വൈറലായി പോയത്? ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഒരു വയറ് ചൊറിയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കുഞ്ഞാപ്പീനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ആ വീഡിയോ ആണ് ഫസ്റ്റ് 3 million അങ്ങനെ വൈറലായി പോയതാ. ഇപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? എല്ലാരും സപ്പോർട്ടാ, കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയയും കാര്യമൊന്നും ഇല്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരക്കൊക്കെ പറയും എന്ത് കോപ്രായം കടിക്കുക, അങ്ങനെ നാട്ടുകാര് നാണയ്ക്ക് അങ്ങനെ. പിന്നെ പുറത്തിറങ്ങുമ്പോ എല്ലാരും അമ്മയോട് പറയാം ആ പിള്ളേര് വീഡിയോ ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പറഞ്ഞപ്പോ അമ്മയ്ക്ക് ചെറിയ ചാചട്ട് പോയി. അപ്പൊ അമ്മ മക്കളെ നിങ്ങൾ ഇത് നിർത്തണ്ട, വീണ്ടും തുടങ്ങിക്കോ എല്ലാരും പറയുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാം. സപ്പോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്, ചേട്ടത്തി ചെയ്യും, എല്ലാരും ചെയ്യും. അങ്ങനെ ഇപ്പൊ വീട്ടിലൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ അവര് കൂടാറുണ്ടോ? ഉണ്ട്. അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇടയ്ക്ക് അമ്മേനെ വിളിക്കുമ്പോ അമ്മ പറയും ഓ എനിക്കങ്ങ് അമ്മ ഒരു പുച്ഛഭാവത്തില്ല, ഓ എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ ചെയ്യത്തില്ല. പിന്നെ തന്നെ വരും എനിക്ക് വാമോനെ ഞാൻ ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞ അമ്മയും കൂടും. എല്ലാരും ഫുള്ള് വൈബ് ഫാമിലിയാണ് അല്ലേ? എങ്ങനെയുണ്ട്, എന്താണ് കണ്ണന്റെ ഫാമിലി എങ്ങനെയുണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ചേട്ടനാണെങ്കിലും ചേട്ടത്തിയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെയാ. ഓക്കെ, ഇപ്പൊ ചിന്നുന്റെ ഫാമിലിയില് എങ്ങനെയാ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ണനും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അവിടുത്തെ റെസ്പോൺസ്? വീഡിയോ എല്ലാരും ചെയ്യുന്നു, യൂട്യൂബ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്താണ് ഫുള്ള് പോകുന്നത് അല്ലേ? ഓക്കെ, ഇപ്പോ അതിനകത്ത് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് മെച്യൂരിറ്റി കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ടോ? ഒത്തിരി പേര് എല്ലാ വീഡിയോയിലും ഏതെങ്കിലും ഒരാൾ തന്നെ എല്ലാ വീഡിയോയിലും പറയും ഈ കൊച്ചെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, അയ്യേ കൊള്ളത്തില്ലേ, ഇങ്ങനൊക്കെയാണോ സംസാരിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിച്ചൂടെ എന്നൊക്കെ എന്നും കമന്റ് വരും. അങ്ങനെ ഈ ഫസ്റ്റ് നിങ്ങൾ കണ്ടുമുട്ടുമ്പോ ശരിക്കും പറഞ്ഞാൽ ചിന്നുന്റെ ഒരു ഇതുപോലെ തന്നെയാണല്ലോ സംസാരം, ഭയങ്കര എന്താ പറയുക സംസാരമായിരുന്നു. പണ്ട് ഇയാള് ഒരു ഷോപ്പ് ബില്ലിംഗ് സെക്ഷനിലൊക്കെ ആയിരുന്നു. ഞാൻ അവിടെ ജസ്റ്റ് ഇങ്ങനെ അന്ന് ഞാൻ ജിമ്മിന് പോകുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പം ഈ പാലും മുട്ടയും മേടിക്കാൻ ഇയാളെ കടല്ലേ എപ്പോഴും പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇയാള് ചോദിക്കുമ്പോൾ ഇയാൾ സംസാരമായിട്ട് മതി ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ പെട്ടെന്ന് കേട്ട് എപ്പോഴും കേൾക്കുന്നത്. അപ്പം വീണ്ടും എപ്പോഴും ഡെയിലി ചെല്ലും. അങ്ങനെ ഇയാൾ കണ്ടുമുട്ടിയാണ് ഒരു ദിവസം ഞാൻ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു. ആദ്യം പുള്ളിക്കാരി എന്നെ ഇങ്ങനെ തള്ളിവിട്ട് കോഴിയാന്നൊക്കെ പറഞ്ഞു. ഇയാൾക്ക് കുറെ പേര് പറഞ്ഞു കൊടുത്തു ഞാൻ വലിയ കോഴിയാ അങ്ങനെ മറ്റേതാ. അങ്ങനെ അതുകൊണ്ട് ഇയാള് ബില്ല് സെക്ഷൻ ഇരിക്കുമ്പോൾ അവിടെ ക്യാമറ ഒക്കെ ഉണ്ട് നമ്മുടെ ടി വിയിൽ. എന്റെ
ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടാപ്പിയുടെ ഷോപ്പ്. അപ്പൊ കണ്ടാപ്പി അവിടുന്ന് വരുമ്പോഴേ ഞാൻ കൗണ്ടറിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോ, രണ്ട് കോഴി വരുന്നുണ്ട്, വേറെ ആരെങ്കിലും വില്ലടിച്ചോന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടി. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇവനെ, ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ കുറെ പേരൊക്കെ വന്ന് പറയും, മോനെ അവനെ നോക്കല്, അവനാണെങ്കിൽ ഭയങ്കര കോഴിയാണ്, ഒന്ന് പെൺപിള്ളാരെ ആരും വിടത്തില്ല, ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ടാറ്റയൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ കയറ്റി വിടുന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് എന്തോ തോന്നി, അയ്യാ ഈ ചെറുക്കൻ കൊള്ളത്തില്ല, വേണ്ട നോക്കണ്ടെന്നൊക്കെ തോന്നി. അപ്പൊ എന്നും പാലും മുട്ട മേടിക്കാൻ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്നും കൗണ്ടറിൽ നിന്ന് ഓടി റാക്കിലൊക്കെ പോയി ഒളിക്കും, പിന്നെ പേടിച്ച്. എന്നിട്ട് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിടും വില്ലടിക്കാൻ നീട്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പൊ ആദ്യമേ ഇപ്പൊ ചിന്നുവിനെ കണ്ടപ്പോ ഇഷ്ടപ്പെടാനുണ്ടായിരുന്ന ഒരു റീസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്ന് ഈ സംസാരം, പിന്നെ പുള്ളിക്കാരുടെ ചിരി. ഇത് രണ്ട് എപ്പോഴും കാണുമ്പോ ഈ ചിരി എനിക്ക് എപ്പോഴും കാണുമ്പോ എന്തോ ഇങ്ങനെ ഒരു ഇയാളെ കിട്ടിയ ലൈഫ് ഇങ്ങനെ കളറാവുന്നൊരു തോന്നി, എൻജോയ്മെന്റ് എനിക്ക് പറ്റിയ ഒരാളാന്ന് തോന്നി. അതുകൊണ്ടാ പിന്നെ ഇവളെ കറക്കാന്ന് ഇങ്ങനെ. ഇപ്പൊ നിങ്ങളുടെ എങ്ങനെയായിരുന്നു മാരേജിലോട്ടൊക്കെ എത്തിയത്? എങ്ങനെയായിരുന്നു മാരേജ്? അങ്ങനെയല്ല, പുള്ളിക്കാരി ഞങ്ങളെ കുറച്ച് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വഴക്കൊക്കെ ഇട്ടായിരുന്നു. വഴക്കൊക്കെ ഇട്ട സമയത്ത് എനിക്ക് ബ്രേക്കപ്പ് പോലെ എനിക്കിഷ്ടമൊന്നും അല്ലായിരുന്നു. വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, കണ്ടപ്പോട് പറഞ്ഞ് വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുക, അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ കണ്ടാപ്പിയോട് പറഞ്ഞപ്പോൾ കണ്ടാപ്പി പിറ്റേ ഞായറാഴ്ച തന്നെ ചേട്ടനെയും കസിൻസും ആയിട്ട് വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിക്കാൻ വന്ന്. അപ്പൊ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ ഓക്കെ എനിക്ക് ഇഷ്ടമാ. അന്നോട്ടാണ് കണ്ടാപ്പിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, അല്ലാതെ അതിന് മുന്നേ 1 ഇയറോളം പുറകെ പറഞ്ഞാലേ പറ്റത്തോളന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒന്നും നോക്കില്ല, പിറ്റേ ദിവസം തന്നെ സ്പോട്ടിൽ തന്നെ വീട്ടുകാരെല്ലാം പൊക്കിക്കൊണ്ട് വടവിലോട്ട് നേരെ അങ്ങ് പോയി. അങ്ങനെ പോയി കാര്യമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ അപ്പൊ തൊട്ട് പിന്നെ പുള്ളിക്കാരി അടുത്ത് ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എത്ര നാള് പോയി ആ ഒരു എന്താ പറയാ ലവ് ലൈഫ്? ഒരു 4-5 മാസത്തോളം ആ ലവ് മുന്നോട്ട് പോയി. പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ആണ്. അതെനിക്ക് ഓർമ്മയില്ല എന്തുവായിരുന്നു, എന്തോ പറഞ്ഞു വഴക്കുണ്ടാക്കി കാണുമ്പോ അങ്ങനെ വഴക്കിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല, ഇവിടെ കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ആള് ഭയങ്കര സെന്റി അടിച്ച് കരഞ്ഞു കൂവി നാട്ടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ടാണെങ്കിൽ എന്റെ ഹോസ്റ്റലിൽ വരും. എന്റെ ഹോസ്റ്റലിൽ രാത്രി ജോലിയും കഴിഞ്ഞ്, എന്റെ ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഓള് നിർത്തി പോയി. അപ്പൊ എന്റെ ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഹോസ്റ്റലിൽ രാത്രി വന്നിട്ട് കഥയെ മുട്ടിട്ട് ഭയങ്കര കരച്ചില് കുത്തി ഇരുന്നു റൂമിന്റെ ഫ്രണ്ട്. ഞാൻ ഈ കഥ കൂട്ടിട്ട് പറഞ്ഞു എന്റെ റൂമിൽ നിന്ന് പോയില്ല, ഞാൻ ആളെ പിടിച്ച് കൂട്ടുമെന്ന് പറഞ്ഞ് വെളുപ്പിനെ വരെ കരഞ്ഞ് അവിടെ വെളുപ്പിനെ വരുന്നു. അങ്ങനെ എനിക്ക് സങ്കടം തോന്നി. ഇടയ്ക്ക് തുറന്ന് എന്താന്ന് ചോദിച്ചു, വീട്ടിലൊക്കെ പോകാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ പറഞ്ഞു വിട്ട് സോറിയൊക്കെ പറഞ്ഞു ആള് പോയി. അത് കഴിഞ്ഞ പിന്നെയാണ് മാരേജിലേക്ക് എത്തിയതല്ലേ? അതെ, ബ്രേക്കപ്പിന്റെ ഇടയ്ക്ക് വെച്ചേ ജസ്റ്റ് ബ്രേക്കപ്പിന്റെ സമയത്ത് വേറൊരു പെണ്ണ് വീട്ടിൽ ആലോചിച്ച് എനിക്കിഷ്ടമല്ല. കണ്ടാപ്പി പോയി വീട്ടിൽ പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അമ്മ പറഞ്ഞെങ്കിൽ നമുക്ക് വേറെ കല്യാണം ആലോചിക്കാം. അമ്മയും ചേട്ടനും കൂടെ എല്ലാരും കൂടെ ഭയങ്കര ആലോചന. അപ്പം കണ്ടാപ്പിയുടെ അടുത്തൊരു വീട്ടിലൊരു ഏതൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു. അവിടെ ആലോചിച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച്. നമ്മളെങ്കിൽ നീ പോയി കെട്ട്, എനിക്കെന്തോ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നോട് പറയാ. പെണ്ണ് അടുത്തെല്ലാം പോയി പറഞ്ഞില്ല, സെറ്റാക്കി കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞായിരുന്നു. പറഞ്ഞ ശേഷം പിന്നെ ആള് കൊറേ നാളായിട്ട് കടയിൽ വരുന്നില്ല, പാലും മുട്ടയും മേടിക്കാൻ വരുന്നില്ല. എനിക്ക് പിന്നെ സങ്കടം വന്നു ഇവനെ കാണുന്നില്ല, കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ദിവസം എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറഞ്ഞു അവനോട് പറ കടയിലൊന്ന് വാ, അങ്ങനെ സംസാരിക്കണോന്ന് പറഞ്ഞു. അങ്ങനെ അവള് വിളിച്ച് പറഞ്ഞ് അപ്പം പിന്നെ തൊട്ട് കടയിൽ വരാൻ തുടങ്ങി. എന്നിട്ട് ഭയങ്കര ജാളിയായിരുന്നു, മിണ്ടത്തില് ജാളിയായിരുന്നു, സങ്കടമായിരുന്നു. ആക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം നല്ല ലുക്കില് മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ടോണ്ട് വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് കൊള്ളാം ചേട്ടാ, കണ്ണുചേട്ടാ കൊള്ളാം, മുണ്ട് ഷർട്ടും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ടാ മുണ്ട് എടുത്തോണ്ടേ കടയിൽ പോത്തോളൂ. പിന്നെ ഇതുവരെ പാൻറ് ഇപ്പോഴെങ്ങണ്ട ഇടയ്ക്ക് പാൻറ് ഇടാൻ തുടങ്ങിയത്, എന്നും മുണ്ട് കൊടുക്കും. പിന്നെ അന്ന് ഇഷ്ടമാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് പോയി ആഴ്വല പോയി താലി കെട്ടി. അത് അപ്പം
അറേഞ്ച്ഡ് അല്ലായിരുന്നു. അത് വീട്ടിലാരും പറഞ്ഞിട്ടില്ല. മറ്റേ ആള് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരത്തി ഇവള് പറഞ്ഞു എന്നാ എന്നെ എവിടെയും കൊണ്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ച എന്റെ കൂടെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു അത് വരാൻ പറ്റത്തില്ല, കാരണം കുറച്ചു നേരം എന്നെ ഹോസ്റ്റലിൽ നിർത്തി, ഞാൻ പെയ്യെ വന്നോളാം, വീട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞ് ഇതാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് രണ്ടും കൂടി ഒരു ദിവസം പോയി വെളുപ്പിനെ ഷോപ്പിൽ പോന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങള് ആഴിമല ടെമ്പിളിൽ പോയി. താലി പിടിച്ച് അവിടെ പോയി കെട്ടി തിരിച്ചു വന്നു. വീട്ടിൽ വന്ന് പിന്നെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് കണ്ടപ്പോ വീട്ടിൽ പറഞ്ഞ് വീണ്ടും കണ്ടപ്പോ ആലോചന തന്നെ അവരാ ഉറപ്പിക്കുക എൻഗേജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞ പെണ്ണിനെ കയറി പറഞ്ഞു ഇല്ല ഞാൻ അവളെ കല്യാണം കഴിച്ച്. അപ്പൊ വീട്ടിലെല്ലാരും സീനും വഴക്കും ചേട്ടനൊക്കെ ഭയങ്കര കണ്ടപ്പോ ചേട്ടനൊക്കെ ചെയ്ത് സീനാക്കി അമ്മയൊക്കെ. എന്നിട്ട് നീ എന്തിനാ കൊച്ചിനെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന വിളിച്ചോണ്ട് വരാവര്. അത് കേട്ടപ്പോ കണ്ടപ്പോ പിറ്റേ ദിവസം വീട്ടിൽ വന്ന് എന്റെ ബാഗും പെട്ടിയെടുത്തോണ്ട് ഞങ്ങള് തിരിച്ചെങ്കിൽ പോകും. വീട്ടിലെന്താ പറഞ്ഞു? വീട്ടില് അറിഞ്ഞത് മാലയില് താലി കിടക്കുന്ന അമ്മ താലി കണ്ടു പോക്കി. അങ്ങനെ അമ്മയോട് പറയേണ്ടി വന്ന്. അങ്ങനെ പുള്ളിക്കാരുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞു കാര്യം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ ഇത് അറിഞ്ഞ വല്ല സീനാവും അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ചെറിയ സീനുണ്ട്, രണ്ടുപേർക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ പുള്ളിക്കാരുടെ വീട്ടിൽ പോയി നേരെ പിന്നെ ബാഗെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോ പിന്നെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, അവര് എന്തായാലും കൊണ്ടുവന്നില്ലേ. ഇവിടെ അമ്പലത്തിൽ പോയി പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് പിന്നെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് മാലയൊക്കെ ഇട്ട് പിന്നെ കൂടെ തന്നെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത്. ഇതൊക്കെ എത്ര നാള് എത്ര വയസ്സില? നിങ്ങക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 23 കഴിഞ്ഞ്. കണ്ടപ്പിക്ക് 27. എന്താ ശരിക്കും ചെയ്യണേ? വർക്ക് ഷോപ്പുണ്ട്. ആള് ഇപ്പൊ വർക്കിംഗ് ഒന്നും അല്ല, ഇപ്പൊ കുട്ടിയുണ്ട് അല്ലേ? 8 മാസമായി. വീഡിയോസിലൊക്കെ എന്താ പറയാ നിങ്ങളുടെ ചാലഞ്ചിങ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസം സംസാരം കേൾക്കാനൊക്കെ. സംസാരം ആണ് എല്ലാവർക്കും ഭയങ്കര ക്ലിക്ക് ആയതെന്ന് തോന്നണല്ലേ? അതെങ്ങനെ അങ്ങനെ തന്നെ വിളിക്കാന്ന് തീരുമാനിച്ചിട്ടാണോ അതോ നിങ്ങൾ ഇതിനു വേണ്ടിട്ട് തീരുമാനിച്ചാണോ? വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ കണ്ണാപ്പി എന്ന് പറഞ്ഞ വിളിക്കുന്നത് വീട്ടിൽ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോ. അപ്പൊ ഞാൻ എന്താ ചിന്നാപ്പി അങ്ങനെ ഞാൻ ചോദിക്കും. അങ്ങനെ വീട്ടിലെ അമ്മ ഭയങ്കര ചിരിയാ ഞങ്ങളുടെ ഈ വിളി കേൾക്കുമ്പോ തന്നെ. അമ്മ എപ്പോഴും ഞങ്ങൾ ഈ കേൾക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. ഞങ്ങള് രണ്ടും പ്രായം പോലത്തെ കെട്ടിച്ചുവിടുന്നു പറഞ്ഞു. ഇപ്പൊരു കൊച്ചായിട്ടും രണ്ടും കൂടി കുഞ്ഞു കളിച്ച് നടക്കാന്നൊക്കെയാ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിളിക്കണത് കേൾക്കാൻ ഭയങ്കര രസാ. എന്തെങ്കിലും നിങ്ങൾ തല്ലു പിടിക്കണ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മനസ്സിലാലോചിച്ചിട്ട് ആ കണ്ണാപ്പി ചിന്നാപ്പി വിളിയൊന്ന് വിളിക്കാവോ? ഞാനിവിടെ ഒന്നും നോക്കണ്ട, നിങ്ങൾ റൂമിലാണെന്ന് വിചാരിച്ചാ മതി. ഇവിടെ ആരും കാണത്തില്ല. തല്ലു പിടിക്കാനല്ല, എന്തെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ? അതുപോലെ എന്തെങ്കിലും. മനസ്സിലായില്ലല്ലേ? ഓക്കെ. ഇപ്പൊ എന്നാ ഞാൻ സിറ്റുവേഷൻ പറയാം. ഇപ്പൊ ഡ്രസ്സ് ഇപ്പൊ ചിണ്ടാപ്പിക്ക് മേടിച്ചു കൊടുക്കുന്നില്ല, എന്തോ ഒരു കല്യാണോ കാര്യങ്ങളൊക്കെ എന്തോ വരുവാണ്. അപ്പൊ മേടിച്ചു കൊടുക്കാത്തതിന് നിങ്ങൾ എങ്ങനെ വഴക്കിടും? അത് നിങ്ങളുടെ ആ ഭാഷയിൽ ലിപിയിൽ പറയാ. നിന്നോട് ഞാൻ എത്ര നാള് കൊണ്ടുപോകാൻ ശാങ്കുട്ടൻ ചേട്ടന്റെ കല്യാണം വരുമല്ലോ, എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ എന്താ എനിക്ക് മേടിച്ചു തരാത്തെ? എന്റെ പൈസ എന്നാ പൈസ കാണുന്നത് തന്നെ. എനിക്ക് നല്ലൊരു ഉടുപ്പുണ്ടോ ഇട്ടോണ്ട് പോവാനായിട്ട്? അലമാരി തുറന്ന് നോക്കിയാൽ കുന്നണക്കിന് ഉടുപ്പുണ്ട്. അത് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുമോ? ഇവക്ക് ഒരു ഉടുപ്പ് ഒരാഴ്ച ഇട്ട അങ്ങനെ വിഷയം. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഒത്തിരി ഉടുപ്പ് വേണോന്ന്? നിനക്ക് എന്താ എനിക്ക് മേടിച്ചു തന്നാ? നീ ഒന്നും ജോലിക്ക് പോകുന്നില്ല, എനിക്ക് മേടിച്ചു തന്നൂടെ? എനിക്ക് മറ്റേ തിളക്കത്തില് മയങ്ങല്ലേ? പിന്നെ മുണ്ടില് മയങ്ങിയ ആളാണ്. ഞാൻ എപ്പോഴും കാണിക്കണം പോകുന്നേ 3 മണിക്ക് എന്തെങ്കിലും കാണിക്കുമ്പോ ആള് പുള്ളിക്കാരി ഇതായിക്കോളൂ. കുട്ടിയായിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ കുട്ടിക്കളിയൊക്കെ? അതല്ല, നിങ്ങൾ മൊത്തത്തില് എന്താ പറയാ പിള്ളേരെ പോലെ തന്നെയാണല്ലോ, ആ ഒരു വൈബ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ കുട്ടിയും കൂടെ ലൈഫിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ചേഞ്ച്? നല്ല അടിപൊളിയാണ്. അവനെയും കൂടെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തോന്നുന്നു. ഇടയ്ക്കൊക്കെ അവനെ വീഡിയോ ആയിട്ട് എടുക്കും. ഒരു വീഡിയോയിലുണ്ട് കണ്ടപ്പി കഴിക്കാൻ ഉച്ചയ്ക്ക് ഇരുമ്പോ എടാ വാട ഇങ്ങോട്ട് അവൻ കൈ കാട്ടി വിളിക്കുന്നത് വരാൻ പറഞ്ഞ്.
പിന്നെ ഞങ്ങൾ ചോറ് വാരിത്തരുന്ന വീഡിയോ ഉണ്ട്, അത് 6 million ഒക്കെ അറിയാം. ഈ വീഡിയോസ് ഒക്കെ വൈറലാവുമ്പോഴേക്കും എങ്ങനത്തെ വീഡിയോസ് ആണ് വൈറലാവുന്നത് കൂടുതലും? അത് വീട്ടിലെന്തെങ്കിലും ചെയ്യുന്ന വീഡിയോസ് ആണോ അതോ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് ആണോ? അങ്ങനൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ചെയ്തോണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു ഡയലോഗ് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുന്നത്, അപ്പം തന്നെ അതങ്ങ് പറഞ്ഞ് അപ്പം തന്നെ അങ്ങ് വീഡിയോ എടുക്കും. അല്ലാതെ ആലോചിച്ച് വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കാറില്ല. കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും കണ്ടാപ്പി കഴിക്കത്തില്ല, മതിയാകും. അപ്പൊ അങ്ങനെ വെച്ച് പാട്ട് പാടിയിടായിരുന്നു, കഴിക്കണം കള്ള അങ്ങനെ പറഞ്ഞു. പഠിക്കേ കേക്കട്ടെ. പൊന്നെ പൂവേ കറളേ എന്റെ കറളിനുള്ളിലെ മോനെ കഴിക്കട കള്ള അങ്ങനെ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം. അങ്ങനെ വീഡിയോ എടുക്കും. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്, അങ്ങനെ വെച്ച് വീഡിയോ എടുത്തു പോകും. ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി? അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മാത്രമായിട്ട് ഒതുങ്ങാതെ യൂട്യൂബിലേക്കും കൂടെ വരാമെന്നുള്ള തോട്ട്? ഫസ്റ്റ് ഞങ്ങൾ യൂട്യൂബാണ് തുടങ്ങിയത്. പക്ഷെ യൂട്യൂബ് കേറാത്തോണ്ട് ഇൻസ്റ്റയിലോട്ട് പോയി. ഏതെങ്കിലും ഒന്ന് കയറണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ ഇൻസ്റ്റേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫോളോവേഴ്സ് പയ്യെ കൂടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വാഗണ്ടാപ്പി നമുക്ക് വീണ്ടും ഇൻസ്റ്റയിൽ തന്നെ മെയിൻ ആയിട്ട് നോക്കാന്ന് പറഞ്ഞ് ഡെയിലി വീഡിയോ എടുക്കാൻ വരും. ഒരു ദിവസം വീഡിയോ എടുത്തില്ലെങ്കിൽ കണ്ടാപ്പി അപ്പം വേണങ്ങ്, അപ്പം ഭയങ്കര വടക്കോ. ഒരു ദിവസം വീഡിയോ എടുക്കാൻ ചെന്നില്ലെങ്കിൽ മുഖവും കുത്തി വീർപ്പിച്ചു മാറി പിണങ്ങി പോകാൻ എന്തെങ്കിലും ചോദിച്ചാൽ പോയി. ഡെയിലി ഞാൻ ജോലിക്ക് എനിക്ക് ഒരു 9 മണിക്ക് ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ എന്തായാലും ഒരു 7 മണിക്ക് ഞാൻ കുളിച്ച് റെഡി, എനിക്ക് അരമണിക്കൂർ കിട്ടത്തുള്ളൂ. 9 മണിക്ക് കടച്ചിരുന്ന ആ സമയത്ത് ഇവളെ ഞാൻ ചിന്തപ്പി ഒരു വീഡിയോ എടുക്കുമ്പോ പെട്ടെന്ന് ഇവളാണേ കുഞ്ഞാവയ്ക്ക് ഫുഡ് കൊടുക്കണം, അവനെ കുളിപ്പിക്കണം. അപ്പം ടൈം കിട്ടത്തില്ല. അതിന്റെ ഇടയ്ക്ക് കണ്ടാപ്പിയും വിളിക്കും, വാ ചിന്തപ്പി വീഡിയോ എടുക്കാം. അപ്പൊ എനിക്ക് ദേഷ്യവും വരും. കണ്ടാപ്പി പറഞ്ഞ വരത്തില്ല, വീഡിയോ എടുക്കത്തില്ലെന്ന് പറഞ്ഞ ഉടനെ പിണങ്ങി മാറിപ്പോയി അങ്ങ് ഇരിക്കും. പിന്നെ സോറി പറഞ്ഞ് ചെന്നാലേ ആള് വീഡിയോ എടുക്കാൻ വരത്തുള്ളൂ. ഈ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്തോരൊക്കെ നിങ്ങൾ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? നെഗറ്റീവ് കമന്റ് കുറെ വരും. കമന്റ് കുറെ ഉണ്ട്, കുറെ പാടായിട്ടുള്ള കമന്റ് ഒക്കെ ഒത്തിരി പേരൊക്കെ ചീത്ത വിളിക്കുന്ന. കണ്ടാപ്പിയാണെങ്കിൽ എല്ലാത്തിനും സ്മൈൽ ഇട്ട് കൊടുക്കും, ഞാനാണെങ്കിൽ കയറി എല്ലാത്തിനും നല്ല നല്ല മറുപടി കൊടുക്കും. അപ്പൊ അവര് തിരിച്ചും പറയുമ്പോ ഞാൻ തിരിച്ചു വിടും, പിന്നെ ആരും മിണ്ടാൻ പറ്റത്തില്ല. നോക്കി റിപ്ലൈ ഒക്കെ കൊടുക്കും. കണ്ടാപ്പിക്ക് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നു ഞാൻ അപ്പം പറയും. പിന്നെ ചീത്ത വിളിക്കുമ്പോ കേട്ടോണ്ടിരിക്കണോ, റിപ്ലൈ കൊടുക്കണ്ടേ ചോദിക്കും. കണ്ടാപ്പി ഓരോ സ്മൈലൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ലവിന്റെ ഹാർട്ടൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ വായിക്കാറില്ലെന്ന് വിചാരിക്കുള്ളൂ അവര്. പിന്നെ ഒത്തിരി ഇങ്ങനെ പറയുമ്പോ പിന്നെ ഞങ്ങള് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. 1-2 വീഡിയോക്ക് റിയാക്ട് ചെയ്ത് അത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ, ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ല. എന്തൊക്കെ കമന്റ്സ് ആണ് അവര് മെയിൻ ആയിട്ട് ഇടാറ്? മെയിൻ ആയിട്ട് മൊത്തം ഇടാറ് എന്നെ കുറിച്ചാണ്. ഈ കൊച്ചൻ തുടങ്ങി ഇങ്ങനെ കൊച്ചിന്റെ സംസാരം ചിലവര് നല്ല ഇട്, ആ കൊച്ചിന്റെ സംസാരം കേൾക്കാൻ നല്ല ക്യൂട്ടാണ്. ചിലവരിന് അപ്പൊ കൊച്ചിനെ കണ്ട അവക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ള, നല്ല രീതിയിൽ സംസാരിച്ചൂടെ, ഭയങ്കര കൊഞ്ചലാണ്. അത് ഞാൻ കണ്ടായിരുന്നു. വെച്ചാല് ഹസ്ബൻഡിനെ ചേട്ടാന്ന് വിളിക്കണം, ഏട്ടാന്ന് വിളിക്കണം. എനിക്കൊന്ന് അമ്മച്ചിമാരല്ല അവരുടെ പഴയ കാലഘട്ടത്തിൽ ഇപ്പഴും നിൽക്കുകയാണ്.